കർത്താവിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, നമ്മുടെ ദൈവത്തെക്കുറിച്ച് സങ്കീർത്തനക്കാരൻ നൽകുന്ന ഏറ്റവും വലിയ ഉറപ്പുകളിലൊന്നാണ് ഈ വചനം. യഹോവ തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും, സത്യമായി തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും സമീപസ്ഥനാകുന്നു. നാം വിളിക്കുമ്പോൾ ദൂരേക്ക് മാറി നിൽക്കുന്നവനല്ല, മറിച്ച് നമ്മുടെ തൊട്ടടുത്ത് നിൽക്കുന്നവനാണ് നമ്മുടെ ദൈവം. നാം പ്രാർത്ഥിക്കുമ്പോൾ ദൈവം ആകാശത്തിനപ്പുറത്ത് എവിടെയോ ആണെന്ന് കരുതരുത്. നമ്മുടെ ഓരോ നിശ്വാസവും കേൾക്കുവാൻ കഴിയുന്നത്ര അടുത്ത് അവൻ നിൽക്കുന്നു. സത്യമായി വിളിച്ചപേക്ഷിക്കുക. എല്ലാവർക്കും അവൻ സമീപസ്ഥനാണ് എന്ന് വചനം പറയുന്നില്ല, മറിച്ച് സത്യമായി വിളിച്ചപേക്ഷിക്കുന്നവർക്ക് മാത്രമാണ്. കപടതയില്ലാതെ പൂർണ്ണ ഹൃദയത്തോടെ അവന്റെ ശക്തിയിൽ വിശ്വസിച്ച് വിളിക്കുന്ന പ്രാർത്ഥനകൾ ദൈവം തള്ളിക്കളയുകയില്ല. ഒരിക്കൽ ഒരു ചെറിയ കുട്ടി തന്റെ വീടിന്റെ മുറ്റത്ത് ഒരു വലിയ കല്ല് നീക്കം ചെയ്യുവാൻ ശ്രമിക്കുകയായിരുന്നു. അവൻ തന്റെ സർവ്വശക്തി ഉപയോഗിച്ച് ആ കല്ല് തള്ളുകയും വലിക്കുകയും ചെയ്തു. പക്ഷെ ആ കല്ല് ഒരു ഇഞ്ച് പോലും അനങ്ങിയില്ല. കുട്ടിയുടെ അച്ഛൻ ജനലിലൂടെ ഇതെല്ലാം നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. ഒടുവിൽ വിയർത്തു കുളിച്ച് നിരാശനായി കരയുവാൻ തുടങ്ങിയ മകന്റെ അടുത്ത് അച്ഛൻ ചെന്നു. ആ അപ്പൻ ചോദിച്ചു, മോനെ, നീ നിന്റെ കൈവശമുള്ള എല്ലാ ശക്തി ഉപയോഗിച്ചിട്ടുണ്ടോ? കുട്ടി കരഞ്ഞുകൊണ്ട് പറഞ്ഞു, അതെ അപ്പ, ഞാൻ എന്റെ പരമാവധി ശ്രമിച്ചു. അപ്പോൾ അപ്പൻ ശാന്തനായി പറഞ്ഞു, ഇല്ല മോനെ, നീ നിന്റെ എല്ലാ ശക്തി ഉപയോഗിച്ചിട്ടില്ല. കാരണം നിന്റെ അപ്പനായ ഞാൻ നിന്റെ തൊട്ടടുത്ത് ഉണ്ടായിരുന്നിട്ടും നീ എന്നോട് സഹായം ചോദിച്ചില്ല. എന്നെ കൂടെ കൂട്ടുന്നതാണ് നിന്റെ ഏറ്റവും വലിയ ശക്തി. അപ്പൻ ആ കല്ല് വളരെ നിസ്സാരമായി അവിടെ നിന്ന് മാറ്റി. നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളാകുന്ന കല്ലുകൾ മാറ്റാൻ നാം ഒറ്റയ്ക്ക് ശ്രമിച്ച് തളരാറുണ്ട്. നമ്മുടെ തൊട്ടടുത്ത് സർവശക്തനായ ദൈവം നിൽക്കുന്നുണ്ടെന്ന കാര്യം നാം പലപ്പോഴും മറന്നുപോകുന്നു. അവനെ സത്യമായി വിളിച്ചാൽ അവൻ നമ്മുടെ ഭാരങ്ങൾ ഏറ്റെടുക്കുവാൻ തയ്യാറാണ്. പ്രിയപ്പെട്ടവരെ, ദൈവം നമ്മിൽ നിന്ന് അകലെയല്ല. നാം അവനെ വിളിക്കാനായി അവൻ കാതോർത്തിരിക്കുകയാണ്. നാം നമ്മുടെ ഹൃദയ പരമാർത്ഥതയോടുകൂടി അവനെ വിളിക്കുക. അവന്റെ സാന്നിധ്യം നമ്മളെ പൊതിയുന്നത് നമുക്ക് അനുഭവിക്കുവാനായിട്ട് കഴിയും. ഒരു നിമിഷം നമുക്ക് നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, തലകളെ വണങ്ങാം. ഞങ്ങളുടെ പ്രിയ പരമപിതാവേ, അങ്ങയുടെ സാന്നിധ്യത്തിനായി ഞങ്ങൾ നന്ദി പറയുന്നു. അങ്ങ് ഞങ്ങൾക്ക് സമീപസ്ഥനാണെന്ന് വചനത്തിലൂടെ ഉറപ്പ് നൽകിയതിനായി സ്തോത്രം. കപടതയില്ലാതെ സത്യമായി അങ്ങേ വിളിച്ചപേക്ഷിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. എല്ലാം ഞങ്ങൾക്കായി ജീവൻ വച്ച യേശുവിൻ്റെ പൊന്നുനാമത്തിൽ തന്നെ കേൾക്കണമേ. ആമേൻ.